എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളത് ആയിരിക്കുകയാണ്. നമുക്ക് ആദ്യം നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് ഡേറ്റ്, ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ നമ്പർ കാണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിപ്പോൾ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റിലേക്കുള്ള അപ്രൂവലിനുള്ള വെയിറ്റിങ്ങിലാണ്. ഇനിയിപ്പോൾ PFMSലേക്ക് നമുക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റാണ് വിടുന്നത്. അതിനുശേഷം FTO ആണ് ആവുന്നത്. അപ്പോൾ നമുക്ക് ജനുവരിയിൽ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും കർഷക ID വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പണം തരുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, 3 ഗഡുക്കൾ വീതം ഓരോ വർഷവും. അപ്പോൾ നിങ്ങൾ കർഷകനാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്കൊരു പ്രൂഫ് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ആരും കർഷക ID വേണ്ട എന്നൊന്നും പറയാൻ നിൽക്കണ്ട. നിർബന്ധമായും നിങ്ങളൊരു ഫാർമർ ID അല്ലെങ്കിൽ കർഷക ID നിങ്ങൾ എടുക്കേണ്ടതാണ്. നിങ്ങൾ ഒരു കർഷകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കർഷക ID നിങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കർഷക ID വേണ്ട എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു കൃഷിക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വേണം എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഫാർമർ ID അല്ലെങ്കിൽ കർഷക ID തീർച്ചയായും വേണ്ടതാണ്. ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.